ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനകത്ത് ഒരു 50 PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാ? വേഗം പറഞ്ഞോ. പോൾ ടി അനസ്റ്റസ് ആണ് കേട്ടോ. പോൾ ടി അനസ്റ്റസ് എന്നാണ്. അനസ്റ്റസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ചു, ഈ ഗ്രീൻ ടീ എന്ന് ഓർത്താൽ മതി. അപ്പോൾ പോൾ ടീനകത്തുണ്ടല്ലോ, അപ്പോൾ ഗ്രീൻ ടീ എന്നുള്ള രീതിയിൽ ഓർക്കുക. പോൾ ടി അനസ്റ്റസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജിപ്സം സിമെന്റിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാ? ജിപ്സം സിമെന്റിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാ? വേഗം പറഞ്ഞേ ആൻസർ. സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? മണലാണ്. അപ്പം മണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, അത് സിലിക്കയാണ്. അപ്പം SiO2 അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബൺ അടങ്ങിയിട്ടില്ലാത്ത പദാർത്ഥം ഏത്? അടങ്ങിയിട്ടില്ലാത്ത പദാർത്ഥമാണ് ചോദിച്ചല്ലേ. ഏതാണ്? ഗ്ലാസ് ആണ് അല്ലേ. കാരണം ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയാ, മണലൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ട് പിന്നെ തണുപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിലിക്ക SiO2 തന്നെയാണ് അതിനകത്തുള്ളത് കേട്ടോ, ഗ്ലാസ്സിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ലോഹങ്ങളിൽ ഗ്ലാസ്സിന് പച്ച നിറം കൊടുക്കുന്ന മൂലകം ഏത്? പച്ച നിറം ക്രോമിയം അല്ലേ. ക്രോമിയമാണ്. അടുത്തത്, ആസ്പിരിൻ കണ്ടുപിടിച്ച ആരാണ്? ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോപ്പ്മാൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ആസ്പിരിൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വേദനയൊക്കെ കുറയാനും വേദനയൊക്കെ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആസ്പിരിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മാറും, വേദനയൊക്കെ മാറും എന്നുള്ളൊരു ഹോപ്പ് വരാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു ഹോപ്പ് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആസ്പിരിൻ കണ്ടുപിടിച്ച ആരാണ്? ഫെലിക്സ് ഹോപ്പ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അല്ലെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് തന്നെയാണ്. ഓർത്ത് വെച്ചേക്കുക. ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമെന്റിന്റെ സെറ്റിംഗ് സമയം കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ആയിട്ടുള്ള ജിപ്സത്തിന്റെ ശരിയായിട്ടുള്ള രസസൂത്രം എന്ത്? അതായത് ജിപ്സത്തിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? വേഗം പറഞ്ഞേ. ആൻസർ CaSO4 2H2O ആണ് കേട്ടോ. CaSO4 ആണ് 2H2O. അപ്പോൾ നമ്മുടെ CaSO4 2H2O അതായത് ജിപ്സത്തിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ, ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് മാറും. എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോമുല എന്താ? CaSO4. ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം പോകുന്നല്ലേ പറഞ്ഞു. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയും. ഇപ്പോൾ 2 വെള്ളം ഉണ്ടെങ്കിൽ H2O ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും CaSO4 ½ H2O ആയിട്ട് മാറും കേട്ടോ. ½ H2O. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ കണ്ടുപിടിച്ച ആരാണ്? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ആണ് കേട്ടോ. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. ഞാൻ ഓർത്ത് വെച്ചേക്കണത് നമ്മുടെ ടോർച്ചിനൊക്കെ ഭയങ്കര ഭാരമാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ യൂണിറ്റ് ഓർത്താലും മതി കേട്ടോ. കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണം ഏത്? കാറ്റിൻ്റെ ദിശ അളക്കുന്ന യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ? വിൻഡ് വെയിൻ ആണ്. അതേസമയം കാറ്റിൻ്റെ വേഗതയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ അനിമോമീറ്റർ ആയാലും ഓക്കെ അല്ലേ. അപ്പോൾ കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണം ചോദിക്കുമ്പോൾ ആൻസർ വിൻഡ് വെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് കേട്ടോ. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, ഈ അജിനോമോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ മോണയൊക്കെ എഫക്റ്റ് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ അതിങ്ങനെ ഗ്ലൂ പോലെ പശ പോലെയൊക്കെ ആക്ട് ചെയ്യുന്നോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. അപ്പോൾ തന്നെ ചൈനീസ് സോൾട്ട് എന്നറിയപ്പെടുന്ന എന്താ? അജിനോമോട്ടോ ആണ് കേട്ടോ. അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഓക്കെ അല്ലേ? ചൈനീസ് സോൾട്ട്. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്താ? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ. കാൽഷ്യം കാർബണേറ്റ്. പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ആൻസർ എത്തിലീൻ ആണ് കേട്ടോ. എത്തിലീൻ ആണ്. നെക്സ്റ്റ് വൺ, അലക്കുകാരത്തിൻ്റെ രാസനാമം അതായത് വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ വരുന്നത്? യെസ്, സോഡിയം കാർബണേറ്റ് ആണ്. അപ്പോൾ പലർക്കും സോഡിയം ബൈകാർബണേറ്റ് ആണോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണോ എന്നൊക്കെ ഡൗട്ട് വരും. അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ സോഡിയം കാർബണേറ്റ്, പിന്നെ സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എപ്പോഴാണ് ഏതിനെയാണ് പറയുന്നത്? സോഡിയം ബൈകാർബണേറ്റ് ഒന്ന് പറഞ്ഞേ. ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ ബി ഉണ്ട്, ഇതിനകത്തും ബി ഉണ്ടല്ലോ അല്ലേ. ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോഴും ബി ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഉപ്പൊക്കെ ചേർക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ സോഡിയം എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എല്ലാതും കൂടി തിരിഞ്ഞു പോയില്ല.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മീത്തേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീത്തേൻ എന്ന വാതകത്തിന്റെ യോജിക്കാത്ത പ്രസ്താവന ഏതാ? നമ്മുടെ ആൻസർ പാചകവാതത്തിലെ പ്രധാന ഘടകം. അത് മീത്തേൻ ആണോ? അല്ല. പാചകവാതത്തിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ് അല്ലേ? ബ്യൂട്ടേൻ ആണ്. അതേപോലെ തന്നെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മുടെ പാചകവാതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താ? ബ്യൂട്ടേൻ മാത്രമല്ല, ബ്യൂട്ടേനും ഉണ്ട്, പ്രൊപ്പേനും ഉണ്ട് കേട്ടോ. ബ്യൂട്ടേനും പ്രൊപ്പേനും ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ, BP എന്നൊക്കെ ആലോചിച്ചോളൂ. നമ്മുടെ പാചകവാതം, അതായത് ഗ്യാസൊക്കെ തീർന്നു പോയി കഴിയുമ്പോൾ ഭാര്യയെ പേടിയാണെന്നുള്ള രീതിയിൽ ഓർക്കുക. കാരണം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, BP കേട്ടോ, ഭാര്യയെ പേടിയാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പാചകവാതത്തിലെ പ്രധാന ഘടകം ചോദിക്കുകയാണെങ്കിൽ ബ്യൂട്ടേനും, പാചകവാതത്തിലെ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ BP ആണ്, ബ്യൂട്ടേനും പ്രൊപ്പേനും. പിന്നെ ഈ മീത്തേൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി. അതായത് മീത്തേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുഴിച്ചൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണെന്ന് ആലോചിക്കുക ഈ മീത്തേൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബയോഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തും മീത്തേൻ ഉണ്ട് നമുക്ക് ആലോചിക്കാം. മാർഷ് ഗ്യാസിനകത്തും മീത്തേൻ ഉണ്ട്. പിന്നെ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം അതും മീത്തേനാണെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? എൻഡോസൾഫാനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം ഏതാ? ആൻസർ ഓർഗാനോ ക്ലോറിൻ ആണ്. എന്താണ്? ഓർഗാനോ ക്ലോറിൻ. അപ്പോൾ എൻഡോസൾഫാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ദുരന്തവും അല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ക്ലോ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ, ഓർഗാനോ ക്ലോറിൻ. അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ ഫോർമുലയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. C9H6Cl6O3S ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടിട്ട് പേടിക്കേണ്ട, ഇങ്ങനെ ആലോചിച്ചോളൂ. എൻഡോസൾഫാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ആവും എന്ന് ആലോചിക്കുക അല്ലേ. നമ്മൾ ക്ലോസ് ആവും എന്ന് പറഞ്ഞാൽ എന്താ? ചാവും എന്ന് ആലോചിക്കുക. അപ്പോൾ CH ഉണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കാമല്ലോ, CH ക്ലോസ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ 9 6 ഇവിടെ ഒരു 3 കുറഞ്ഞു, പിന്നെ ഇത് രണ്ടും സെയിം ആണ്, 6 ആണ്, പിന്നെ ഒരു 3 എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ ഓർഗാനോ ക്ലോറിൻ മറക്കണ്ട, പിന്നെ ചാവും ക്ലോസ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മത്സ്യം അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താ? ഫോർമാൽഡിഹൈഡ് അല്ലേ, ഫോർമാൽഡിഹൈഡ് ആണ്. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാ? ഒരു ഡൗട്ടും ഇല്ല, ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. എത്രയാണെന്നറിയാമോ അതിൻ്റെ വാല്യൂ? 1,50,000 കേട്ടോ. അത്രയും കിലോ ജൂൾസ് പെർ kg ആണ്. ഓക്കെ, അതായത് 1 കിലോഗ്രാമിൽ നിന്ന് ഇത്രയും എനർജി കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതിൻ്റെ സംയുക്തമാണ് വാട്ടർ ഗ്യാസ്? ഏതിൻ്റെയാണ്? കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താ? H2O ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും എന്തായാലും വരണം. അപ്പോൾ ഇതെന്തായാലും അല്ല എന്ന് വിചാരിക്കുക. പിന്നെ ഇതുമല്ല. പിന്നെ നമുക്ക് H2O, ഒരു ഓക്സിജൻ മതി. ഇവിടെ 2 ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓർക്കുക കേട്ടോ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മരത്തിൻ്റെ കറയാണ് ലാക്ടസ് എന്നറിയപ്പെടുന്നത്? ഏതാ? റബ്ബർ അല്ലേ? യെസ്, റബ്ബറാണ് കേട്ടോ. ഏത് മരത്തിൻ്റെ കറയാണ് ലാക്ടസ് എന്നറിയപ്പെടുന്നത്? റബ്ബർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടയറുകളും ചെരുപ്പുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ആൻസർ പറഞ്ഞ ഏതാ? ബ്യൂട്ടാഡൈൻ അല്ലേ, ബ്യൂട്ടാഡൈൻ ആണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിച്ചോളൂ, നമ്മൾ ഈ ചെരുപ്പുകളൊക്കെ ഇടണോ നമ്മുടെ ബ്യൂട്ടി കൂട്ടാനോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ബ്യൂട്ടാഡൈൻ ആണ് ടയറുകളും ചെരുപ്പുകളിലും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, തയോക്കോൾ എന്നത് എന്താ? തയോക്കോൾ എന്ന് പറയുന്നത് സിന്തറ്റിക് റബ്ബറാണ് കേട്ടോ. സിന്തറ്റിക് റബ്ബറാണ് തയോക്കോൾ. എന്തിൻ്റെ പോളിമറുകളാണ് പ്രകൃതിദത്ത റബ്ബർ? ഏതിൻ്റെയാണ്? ഐസോപ്രീൻ്റെ അല്ലേ, ഐസോപ്രീൻ്റെ ആണ്. നിയോപ്രിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ നിയോപ്രിൻ ആയിരുന്നത്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ റബ്ബറിനെയാണ് നമ്മൾ നിയോപ്രിൻ എന്ന് പറയുന്നത് അല്ലേ. ആർട്ടിഫിഷ്യൽ റബ്ബറാണ്. അപ്പോൾ നമ്മുടെ സാധാരണ റബ്ബറിനകത്ത് അതിൻ്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റബ്ബറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റബ്ബർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ നിയോപ്രിൻ. നിയോ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏതാ? സൾഫറാണ് കേട്ടോ. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൾഫറാണ്. അപ്പോൾ നമ്മൾ ഈ വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് വഴിയാണ്, പ്രക്രിയ വഴിയാണ് ഇതിൻ്റെ കാഠിന്യം കൂട്ടുന്നത്. പിന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചാൾസ് ഗുഡിയർ ആണ്. ഓക്കെ, ചാൾസ് ഗുഡിയറിൻ്റെ ഒക്കെ മറ്റേ ടയറിൻ്റെ കമ്പനിയൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന വാതകം? വേഗം ആൻസർ പറഞ്ഞോ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ
അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചിട്ട് അതിൽ നിന്ന് അധികം പുകയൊന്നും വരാൻ പാടില്ല, കാരണം നമ്മുടെ ഹെൽത്തിനൊന്നും നല്ലതല്ല, നമ്മൾ മരിച്ചു പോകുന്നൊക്കെ ഓർക്കുക. അപ്പോൾ കേട്ടോ, ഡയോക്സിൻ ആണ്. ഓക്കെ, ഡയോക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ളവയിൽ വിദ്യുത്രോധി ഏതാണ്? ആൻസർ പറഞ്ഞേ. ഏതാണ് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് ആണ് അല്ലേ, പ്ലാസ്റ്റിക് കടത്തിവിടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ, ഇവിടെ നമുക്ക് 2 പോയിന്റ്സുകളും കൂടെ ഒന്ന് പഠിക്കാം, ഗ്രാഫൈറ്റും ഡയമണ്ടും. ഓക്കെ, ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഗുഡ് കണ്ടക്ടർ ഓഫ് കറണ്ടും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റും ആണെന്ന് ആലോചിക്കാം. അതേസമയം ഡയമണ്ട് ആണെങ്കിൽ ബാഡ് കണ്ടക്ടർ ഓഫ് കറണ്ടും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റും ആണെന്ന് ആലോചിക്കാം. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഒപ്പം ഒന്ന് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം, നമ്മുടെ ഒരു ഗ്ലാസ് ഇല്ലേ, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒന്ന് ആലോചിക്കാം. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, കുറച്ചുകൂടെ കട്ടി കൂടി എന്നുള്ള രീതിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ആണെങ്കിലും അതിനകത്ത് നന്നായിട്ട് ചൂട് നിൽക്കുമല്ലോ, പക്ഷേ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ ഡയമണ്ട് ആണെങ്കിലും ചൂടുണ്ട് കേട്ടോ, പക്ഷേ കറണ്ട് പാസ് ചെയ്യില്ല എന്ന് ആലോചിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ടെർലിൻ ആണ് കേട്ടോ, ടെർലിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ എന്താ? പോളിവിനൈൽ ക്ലോറൈഡ് ആണ് PVC. PVC എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡ്. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ. നമ്മൾ ഈ പോളിത്തീൻ ബാഗ്സും കാര്യങ്ങളൊക്കെ പറയാറില്ലേ, അപ്പോൾ റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. 30ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണിൻ്റെ ജൈവഘടനയെ നശിപ്പിക്കുകയും സസ്യങ്ങളുടെ വേരോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്ലാസ്റ്റിക് ആണ് അല്ലേ, പ്ലാസ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സിലിക്ക അല്ലേ, SiO2 ആണ് സിലിക്ക. ഒരു പോളിമറായ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഒരു പോളിമർ ആയിട്ടുള്ള പോളിത്തീൻ്റെ മോണോമർ ആണ് ചോദിച്ചിട്ടുള്ളത്. മോണോമർ ഏതാണ്? ഈത്തേൻ ആണ് കേട്ടോ, ഈത്തേൻ ആണ്, ഈത്തേൻ. ഓക്കെ, മോണോമർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ? വേഗം പറഞ്ഞു. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ചോദിച്ചിട്ടുള്ള ആൻസർ ബേക്ക്ലൈറ്റ് ആണ് അല്ലേ, ബേക്ക്ലൈറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നമ്മൾ ബേക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് ആലോചിക്കാം കേട്ടോ, ബേക്ക്ലൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ് കേട്ടോ, റയോൺ. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അത് വരുന്ന കേസുകളിലൊക്കെ നമ്മൾ മീഥേൻ ആലോചിക്കാൻ പറഞ്ഞു അല്ലേ. വാതകത്തിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മീഥേൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സിഗരറ്റ് ലൈറ്ററുകളിൽ ഏത് വാതകം ഉപയോഗിക്കുന്നു? സിഗരറ്റ് ലൈറ്ററുകളിൽ ഏത് വാതകം ഉപയോഗിക്കുന്നു? പറയാമോ? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ആൻസർ ബ്യൂട്ടേൻ ആണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ടേൻ ഇതിനു മുമ്പ് എവിടെയോ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതെവിടെയായിരുന്നു ബ്യൂട്ടേൻ നമ്മൾ പറഞ്ഞത്? നമ്മുടെ പാചകവാതത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ബ്യൂട്ടേൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് പോലെ തന്നെയല്ലേ ഈ സിഗരറ്റിൻ്റെ ലൈറ്റർ ഇരിക്കുന്നത്? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഏതാണ്ട് ഒരു ചെറിയൊരു ഗ്യാസ് സിലിണ്ടർ പോലെയൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ആൻസറും വരുന്നത് ബ്യൂട്ടേൻ തന്നെയാണ്. സിഗരറ്റ് ലൈറ്ററുകളിൽ ഏത് വാതകം ഉപയോഗിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയും ബ്യൂട്ടേൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പെട്രോളിയം ഉൽപ്പന്നമല്ലാത്തതിനകത്ത് ഏതാണ്? വേഗം പറഞ്ഞോളൂ. ആൻസർ യെസ്, ബയോഗ്യാസ് ആണ് അല്ലേ, ബയോഗ്യാസ് ആണ്. അപ്പോൾ ബയോഗ്യാസ് എങ്ങനെ ഉണ്ടാവുന്നത്? ജീവജാലങ്ങളുടെയൊക്കെ വേസ്റ്റും അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ള ആൻസർ ബയോഗ്യാസ്. പരിസര മലിനീകരണം വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ഇന്ധനം ഏതാണ്? LPG അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം? അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് അല്ലേ. നമ്മുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രധാന ഘടകം ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഥേൻ. അപ്പോൾ ഈ മീഥേൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി മീഥേൻ. അപ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് ആണ്, അപ്പോൾ അതും മീഥേൻ തന്നെ പ്രധാന ഘടകം. പാചകവാതത്തിലെ മുഖ്യമായിട്ടുള്ള ഘടകം ഏതാണ്? വേഗം പറഞ്ഞ ബ്യൂട്ടൈൻ അല്ലേ, പാചകവാതത്തിലെ മുഖ്യമായിട്ടുള്ള ഘടകം ബ്യൂട്ടൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥേൻ. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് അല്ലേ, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം ഗോബർ ഗ്യാസ് എങ്ങനെ ഉണ്ടാവുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ വേസ്റ്റും അതിൽ നിന്നൊക്കെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ അതും നമുക്ക് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. മീഥേൻ തന്നെയാണ് ഇവിടെയും വരുന്ന ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, LPGക്ക് പ്രത്യേകതരം മണമുണ്ടാക്കുന്ന രാസവസ്തു? LPGക്ക് പ്രത്യേകതരം മണമുണ്ടാക്കുന്ന രാസവസ്തു ഏതാണ്? ഈത്തേൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ, ഈത്തേൽ മെർക്യാപ്റ്റൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇപ്പോൾ ഈ 4 ഓപ്ഷനകത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പം മീത്തേൽ മെർക്യാപ്റ്റൻ, ഈത്തേൽ മെർക്യാപ്റ്റൻ അങ്ങനെ ഒരു തരത്തിലൊക്കെ വേണമെങ്കിൽ ഓപ്ഷൻസ് ഇടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, LPGക്ക് പ്രത്യേകതരം മണമുണ്ടാക്കുന്ന രാസവസ്തു. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ വന്നപ്പോൾ
നല്ലൊരു സ്മെല്ല് ഉണ്ടായെന്ന് ആലോചിക്കട്ടോ. ക്യാപ്റ്റൻ വന്നപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായി. അപ്പം ഈ ക്യാപ്റ്റൻ വന്നപ്പോൾ കേട്ടോ, ഈ ക്യാപ്റ്റൻ വന്നപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടായെന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇ യു ആയിട്ട് കണക്ട് ചെയ്യാം. ഈത്തേൽ മെർക്യാപ്റ്റൻ ആണ്. എൽ പി ജിക്ക് പ്രത്യേകതരം മണമുണ്ടാക്കുന്ന രാസവസ്തു ചോദിക്കുകയാണെങ്കിൽ ഈത്തേൽ മെർക്യാപ്റ്റൻ. ഭൂമിയിൽ ലഭിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഭൂമിയിൽ ലഭിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കൽക്കരിയാണ് കേട്ടോ, കൽക്കരി. അപ്പോൾ കൽക്കരിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഏതൊക്കെയാണ്? പീറ്റ് ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്, ബിറ്റുമിനസ് ഉണ്ട്, ആന്ത്രസൈറ്റ് ആണ്. അപ്പോൾ കാർബൺ ഏറ്റവും കൂടിയിട്ടുള്ളത് ആന്ത്രസൈറ്റിനകത്താണ് കേട്ടോ, ഏറ്റവും കൂടിയിട്ടുള്ളത്. പിന്നെ ബിറ്റുമിനസ് ആണ്, പിന്നെ ലിഗ്നൈറ്റ്, ഏറ്റവും കുറവുള്ളത് പീറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഓർത്തോളൂ, നമ്മുടെ ആൽഫബറ്റിക് ഓർഡറാണ് ABLP അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആന്ത്രസൈറ്റ് ആണ് കേട്ടോ, അത് മറക്കണ്ട. ഈ 4 എണ്ണവും പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റ്സുകളും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഏതൊക്കെയാ? സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാ? സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് ആണ് കേട്ടോ, ബിറ്റുമിനസ് ആണ് സോഫ്റ്റ് കോൾ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചോളൂ, ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ബൈറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് അല്ലേ, ബൈറ്റ് ബിറ്റ് ഒക്കെ ആയിട്ട് ആലോചിക്കുമല്ലോ. അപ്പോൾ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് ആണ്. അതേസമയം ഏറ്റവും ഹാർഡ് ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഹാർഡ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിഗ്നൈറ്റ് എന്നത് എന്താണ്? ലിഗ്നൈറ്റ് എന്നത് ഒരുതരം ഇന്ധനമാണ് അല്ലേ, ഒരുതരം ഇന്ധനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം. കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം എന്താ? കാരണം സ്ഫോടന സാധ്യത അല്ലേ. ഹൈഡ്രജന് നല്ല കലോറിക മൂല്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് അതിൻ്റെ സ്ഫോടന സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ വരുന്നത് ഡ്യൂട്ടീരിയം ആണ് അല്ലേ, ഡ്യൂട്ടീരിയം ആണ്. അപ്പോൾ ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഫോർമുല വരുന്നത്? D2O ആണ് കേട്ടോ, D2O ആണ്. D2O എന്ന് പറഞ്ഞാൽ കൂളൻ്റ് ആയിട്ട്, നമ്മൾ ഹെവി വാട്ടർ എന്നൊക്കെ പറയും, കൂളൻ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാം. അതാണ് D2O, ഡ്യൂട്ടീരിയം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു 3 പോയിന്റ്സുകൾ പഠിക്കുകയാണ്. അതായത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പ്രോട്ടിയം ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ പ്രോട്ടിയം ആണ്. ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഏതാ വരുന്നത്? ഡ്യൂട്ടേരിയം ആണ് കേട്ടോ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീരിയം ആണ്. പിന്നെ 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ ട്രിഷ്യം ആണ്, ട്രിഷ്യം. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ ഈ വെറുതെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് തന്നെയാണ് അത് പ്രോട്ടിയം. ഇവിടെ ന്യൂട്രോൺ ഒന്നും ഇല്ല, ഇവിടെ ഒരു ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ 2 ന്യൂട്രോൺ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പെട്രോളിയത്തിൻ്റെ ഖരരൂപം ഏതാണ്? പെട്രോളിയത്തിൻ്റെ ഖരരൂപം ഏതാണ്? വേഗം ആൻസർ പറഞ്ഞോ. ആൻസർ അസ്ഫാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഇതിനകത്ത് ഏത് ഓപ്ഷനായിട്ടാണ് വരുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഏതാ? ബയോഗ്യാസ് ആണ് അല്ലേ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്കത് വീണ്ടും വീണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ബയോഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 50 ക്വസ്റ്റ്യൻസോളം PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ